ആളുടെ കയ്യിലിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. അതാ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊട്ടിപ്പോയി, ഈ സാധനം ഇങ്ങനെ പൊട്ടിപ്പോയി. ഇതാണ് ഏട്ടൻ്റെ ബ്ലഡ് പറ്റിയെന്ന് പറഞ്ഞത്. കാണാൻ പറ്റുമോന്നറിയില്ല. ഇത് ഏട്ടൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വിരലിൻ്റെ ആണെന്ന് തോന്നുന്നു ബ്ലഡ്. അതിപ്പോഴും ശരിക്കും ലക്ഷ്മി ചേച്ചി സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയും. നമ്മളൊരു ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് അത്ര കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേന് അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, അത് നമുക്ക് എന്തായാലും വിഷമം വരും. ഒരിക്കലും ആ ഇമോഷണൽ വിട്ടിട്ട് കാശാക്കേണ്ട കാര്യമില്ല ചിന്നുവിന്. ഇവരൊക്കെ ഇരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. നമ്മൾ അവരോട് എന്നാ പറയാനാ? സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. സൂചേട്ടൻ മരിച്ച 9-ന്റെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ഇത് സഹായം, അന്ന് തൊട്ട് ഇന്ന് വരെ ചിന്നുവിന് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കായിരുന്നു. പക്ഷെ അത് ചെവി അറിയാതെ എനിക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കത് പറയണം, കാരണം ഇങ്ങനെ നല്ല കാര്യം ചെയ്തിട്ടും ആ കുട്ടിയായിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് വിഷമം വരും. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രേണു ചേച്ചിയാണ്. രേണു ചേച്ചി, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്താണ് ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അതെ, വിശേഷങ്ങൾ അറിയുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്. നമ്മളൊരു ആഗ്രഹിച്ച ഒരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് അത്ര കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേന് അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, അത് നമുക്ക് എന്തായാലും വിഷമം വരും. അത് നമുക്കത് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇപ്പൊ ഈ നിമിഷം വരെ നമുക്കത് സങ്കടം തന്നെയാണ്. ശരിക്കും ലക്ഷ്മി ചേച്ചി എന്താണ് ചേച്ചിയോട് ആണോ പറഞ്ഞത്, അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങോട്ട് കൊടുത്തത്? ഷർട്ട് കൊടുത്തിട്ട് പെർഫ്യൂം ആക്കി തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തതാണ്? കാരണം ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട്, കാരണം ആരുടെ തീമാണ്, എന്തിനെങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അതെ, അത് സത്യം പറഞ്ഞാൽ ഞാനാണ് ലക്ഷ്മിയോട് ചിന്നുവിനോട് പറയണ, ചിന്നു എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതേപോലെ. അതായത് ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഷർട്ടിന്റെ സൂചേണ്ട അവസാനം വിട്ട ഷർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫ്യൂം ആക്കി തരും, അതായത് മണം നമുക്ക് ദേഹത്തടിക്കാൻ എല്ലാം മണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചിന്നുവിനോട് പറഞ്ഞപ്പം ചിന്നുവിന് അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നെന്ന് തോന്നുന്നു. കുട്ടിയപ്പം പറഞ്ഞു ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. രേണു പറഞ്ഞൊരു ആഗ്രഹമല്ലേ, ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ എത്ര സ്നേഹിക്കുന്നതുകൊണ്ട് പാവമുണ്ട്, അത് സമ്മതിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഒരുപാട് മെസ്സേജുകൾ ചിന്നുവിനും വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. ഇന്ന ഒരാള് തൃശ്ശൂര് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട്, എറണാകുളം, ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞ യൂസഫിക്കാന്ന്. അപ്പൊ ഈ ഇക്കയുടെ വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അതായത് സുധിച്ചേട്ടനുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ അതിരുന്ന് കണ്ടിട്ട് സുധിച്ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തു. സുധിച്ചേട്ടൻ ഇത് കണ്ടോ, മരിച്ചവരുടെ ഡ്രസ്സിന്റെ മണം നമുക്ക് എന്നേക്കുമായിട്ട് ഇങ്ങനെ കിട്ടും, അത് ദുബായിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, ഒരു താടിയൊക്കെ ഉള്ളൊരു ആളാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പുള്ളിയേയും കാണിച്ചു, ഏട്ടനെയും കാണിച്ചത്. അപ്പൊ ഏട്ടനും അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്കറിയായിരുന്നു, നേരത്തെ വിട്ടറിയാം, കുറെ വീഡിയോസ് ഞാൻ കാണുന്നതായിരുന്നു. അതായത് ഇപ്പം ചിന്നു ഈ വീഡിയോ ഇട്ടപ്പോ അതൊരു പ്രമോഷനാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. ഒരിക്കലും അല്ല, കാരണം ഇദ്ദേഹം യൂസഫിക്കാന്ന് പറഞ്ഞ ഇദ്ദേഹം 3-4 ഷോപ്പുള്ളതാ ദുബായിൽ. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇതിനു മുന്നേ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചിന്നുവിനോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ ചിന്നുവിന് ഇത് അറിയത്തില്ലായിരുന്നു. ചിന്നുവിന് അറിയില്ലാതെ ഒരുപാട് പേര് പറഞ്ഞത് വെച്ചാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ യൂസഫിക്കയാന്ന് പറഞ്ഞാണ് കുട്ടി എവിടെ പോയി അത് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ഇത് വീഡിയോ ആക്കണം, കാരണം ഒരുപാട് പേര് എന്നെ പോലെ ഭർത്താവ് മരിച്ചവരും അച്ഛനും അമ്മയും മരിച്ചവരും അവരുടെയൊക്കെ ചിലപ്പം ആഗ്രഹമായിരിക്കും, അവരുടെയൊക്കെ സ്മെല്ല്, അവരുടെ മെമ്മറീസ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും നമ്മളെ മനസ്സിനെ മെമ്മറി തരുന്ന ഒരിതാണ് ഗന്ധം. അപ്പം പ്രിയപ്പെട്ടവരുടെ ഗന്ധമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ചിന്നു ഇത് വീഡിയോ എടുക്കണം, എന്നാലേ എല്ലാവരും അറിയത്തുള്ളൂ, കാണത്തുള്ളൂ. കാരണം നമ്മളെ 75% നല്ല കമന്റ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം നമ്മളെ അത്രയും സ്നേഹിക്കുന്ന, ചിന്നുവിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന, നമ്മളെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് അതിൽ നല്ല കമന്റ്സ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് എന്താന്ന് എനിക്കറിയില്ല. വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്
നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. എനിക്ക് അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് നമുക്ക് നല്ല വിഷമമാണ് ഇങ്ങനെയൊക്കെ ഈ നെഗറ്റീവ് വരുന്നിടത്ത്. ശരിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ചേച്ചി പറഞ്ഞപ്പോഴേ അത് സാധിച്ചു തരും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ചിന്നുവിനോട് പറഞ്ഞാൽ അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ചിന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 1 വർഷമായി സൂചിച്ചേട്ടൻ പരിചയം. എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ശരിക്കും ജീവിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ. അതായത് സുധിച്ചേട്ടനെ സ്വന്തം പെങ്ങളായിട്ടാണ് സൂചിച്ചേട്ടനും കണ്ടത്. അതുപോലെ അവളും അങ്ങനെ തന്നെയാണ് സൂചിച്ചേട്ടനെ കാണുന്നത്. ആ ഒരു ആരും ചെയ്യാത്ത പോലെയാണ് അവള് നമ്മുടെ കുടുംബത്തിനോട് എന്നെ പറയാ. അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നത് സൂചിച്ചേട്ടൻ മരിച്ച 9ന്റെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ഇത് സഹായം വേറൊന്നുമല്ല. അതിന് മുന്നേ സൂചിച്ചേട്ടൻ ഉള്ളപ്പോഴും സൂചിച്ചേട്ടന് പ്രശ്നം വരുമ്പോഴും ചിന്നു സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ചിന്നു സൂചിച്ചേട്ടന് ഒരു പ്രശ്നം വന്നപ്പോഴും സൂചിച്ചേട്ടൻ ചോദിച്ചോണ്ടേ ചിന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു സൂചിച്ചേട്ടൻ ഉള്ളപ്പോൾ. അതുപോലെ 9ന്റെ അന്ന് കുഞ്ഞ് കരഞ്ഞപ്പത്തേന് ചിന്നുവും അമ്മയും കൂടെ എന്നെ സംസാരിക്കുക ഫോൺ വിളി. അപ്പൊ അന്നേരം കുഞ്ഞിന് രേണു കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. കുഞ്ഞ് കരയുന്ന കേട്ടിട്ട് അന്നേരം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്താ ചിന്നു, ചോദിക്കാതെ പറയുന്നത്. ആ 1 വർഷം കഴിഞ്ഞ് സൂചിച്ചേട്ടൻ മരിച്ചിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ചിന്നുവിന് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കായിരുന്നു. പക്ഷെ അത് ചെവി അറിയാതെ എനിക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കത് പറയണം. കാരണം ഇങ്ങനെ നല്ല കാര്യം ചെയ്തിട്ടും ആ കുട്ടിയെ ഇട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് വിഷമം വരും. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ നമ്മളൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹായം ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര ചേച്ചിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു വ്യക്തിയെ എല്ലാരും കൂടി ഇട്ട് എന്താ പറയാ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം ഇപ്പം നിലവിലുള്ള ഒരുപാട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി പ്രൊമോഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഒരിക്കലും അല്ല. ആ കുട്ടി എന്ത് കിട്ടിയാലും എന്ത് ചെയ്താലും അത് ഞങ്ങൾക്ക് ഒരു ഓഹരി തരുന്നുണ്ട് ആ കുട്ടി. ഇപ്പം ചിലവര് അതിനകത്ത് ബീജം ഇട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കൊടുത്താലും നല്ല രീതിയിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ കൊടുക്കണം അല്ലേ? ഒരു പ്രസന്റേഷൻ അല്ലെ? നമ്മൾ പണ്ടും പഠിച്ചിട്ടുണ്ട്. ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൊക്കെ അത് ഒരു പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിൽ അത് തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാകാം അത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ഞാൻ അതിൽ കാണുന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ കാണില്ല നമ്മളെ ഒരിക്കലും. ഈ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. കാരണം അവര് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവര്. ഈ ദുബായിലേക്ക് പോയപ്പോഴത്തേക്കും ഈ ഡ്രസ്സ് കൊണ്ടുപോയി അറിഞ്ഞിരുന്നോ ചേച്ചി? കാരണം ദുബായിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തരുമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞൊരാഗ്രഹം പെട്ടെന്ന് നിറവേറ്റി തന്നു അല്ലേ? ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ലക്ക് വേണം നമുക്ക് അല്ലേ? എന്ത് പറഞ്ഞാലും ചെയ്തു തരുന്ന ഒരാള്, സിസ്റ്ററിനെ പോലെ കണ്ട ഒരാള്, തിരക്കുള്ള ഒരാൾ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അത് പെർഫ്യൂമാക്കി തന്നു എന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയത് ശരിക്കും ചേച്ചിക്ക്? വിളിച്ചപ്പോ സത്യം പറഞ്ഞ സർപ്രൈസ് ആയിട്ട് എന്നെ വിളിച്ചു. ഞാൻ അറിഞ്ഞുപോലും ഇല്ല അത് കൊണ്ടുപോയ കാര്യം. ലക്ഷ്മി വിളിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ എന്തുവാ ചിന്നു, ഞാൻ കരഞ്ഞു പോയി കേട്ടോ സത്യം പറഞ്ഞ. കാരണം എന്റെ ഏട്ടന്റെ മണം അല്ലെങ്കിൽ എന്റെ ഏട്ടനെ അവസാനമായിട്ട് ഉപയോഗിച്ച ആ ഷർട്ടിന്റെ കയ്യിലോ അയ്യോ അത് ആദ്യം സത്യം പറഞ്ഞ കരച്ചിൽ വന്നു. അയ്യോ ചിന്നു അത് കൊണ്ടുപോയല്ലോ എന്ന് ഓർത്തപ്പോഴാ. കാരണം നമ്മളല്ലാതെ എങ്ങനെ പോയി കൊടുക്കാനോ, നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് സങ്കടമായിപ്പോയി. ഒരുപാട് താങ്ക്സ് ഞാൻ ചിന്നുവിന്റെ അടുത്ത് അപ്പോഴും പറഞ്ഞു, അല്ലാതെ ഞാൻ പറഞ്ഞു, ഐക്കാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ആളുടെ മണം കൊണ്ടുപോകാൻ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി അത്രയും ദൂരം കുട്ടി അത് എന്തുവാട്ടെ എന്തേലും ആവശ്യത്തിനാണ് എന്തുവായാലും അവിടെ തപ്പിപ്പിടിക്കുമായിരുന്നു കുട്ടി. അവിടെ പോയി ഈ ഓരോരുത്തർ പറഞ്ഞ അനുസരിച്ച് ആ യൂസഫിക്ക എന്ന് പറയുന്ന ആളുടെ അടുത്ത് കുറെ നാള് സംസാരിച്ച് എങ്ങനെയാ എന്താന്നൊക്കെ സംസാരിച്ച് അവിടെ ചെന്നിട്ട് ആ കുട്ടി അവിടെ ആ ഷോപ്പിൽ ചെന്നിട്ട് ആ ഷോപ്പുകൾ തപ്പിപ്പിടിച്ചാണ് ഇത് ചെയ്യിപ്പിച്ചത്. കാരണം അതിനകത്ത് ഒരു പൈസ പോലും അദ്ദേഹം മേടിക്കത്തില്ല. ഈ മരിച്ചോറ മണത്തിന് വേണ്ടിയിട്ട് ഒരു പൈസയും മേടിച്ചിട്ടില്ല. ദുബായിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇതിനെ കുറിച്ച്?
ചിന്നു വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ എന്താ തോന്നിയത്? കാരണം അതൊരു ഭയങ്കര വലിയൊരു എന്താ പറയാ, നമ്മളെപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുക. ഓൾറെഡി നമുക്ക് സുധിച്ചേട്ടന് ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഒരുപാട് ഫോട്ടോസ് ആയാലും സുധിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഫുള്ള് ഈ വീട്ടിലുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു മണം കൂടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് കോള് ഇപ്പൊ എന്താ തോന്നി ചേച്ചിക്ക്? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സന്തോഷമാണോ എന്താ സങ്കടമാണോ, ഇനി എനിക്ക് എന്റെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞ ആ സ്മെല്ല്, അല്ലെങ്കിൽ സുധിച്ചേട്ടന് അടുത്ത് നിൽക്കുന്ന പോലത്തെ ആ സ്മെല്ല് നമ്മളിൽ നിന്ന് ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞ സ്മെല്ല് ചിന്നു മുഖാന്തരം അത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞതിൽ ഭയങ്കര നമ്മൾ ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഹാപ്പിയും കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ, സത്യം പറഞ്ഞാൽ ഒത്തിരി കരഞ്ഞു ഞാനന്ന്. അത് ആ ഒരു നിമിഷം അത് എന്റെ കയ്യിലേക്ക്, ഞാൻ സത്യം പറഞ്ഞ ആ കയ്യിലേക്ക് തരാൻ വേണ്ടി ഇപ്പൊ കിട്ടിയിട്ടില്ല. കാരണം ഞാനാണ് പറഞ്ഞത്, ചിന്നു എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. ഞാനൊരു നാടകം, പ്രൊഫഷണൽ നാടകം ടീമിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാനാ പറഞ്ഞത്. പിന്നെ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാ പറഞ്ഞ, ചിന്നു അത് ഇപ്പം തരണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. അതും എനിക്ക് എല്ലാരെയും കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്നുന്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ടാണ് അത് കയ്യിൽ കിട്ടിയിട്ടില്ല. ചിന്നുന്റെ അത് ഭദ്രമായിട്ട് സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ചേച്ചി പിന്നില്ലേ, നമ്മൾ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പം എന്ന് വെച്ചാൽ ഒരു തടസ്സവും പറയാതെ ഒക്കെ ശരി ചെയ്തു തരാം എന്നല്ലേ ചേച്ചി പറയുന്നത്? എന്തായിരുന്നു ആൾക്ക് പറഞ്ഞപ്പോൾ പ്രതികരണം എന്തായിരുന്നു ശരിക്കും? ആദ്യം സത്യം പറഞ്ഞ, ഇങ്ങനെ ഉണ്ടോ രേണു എന്ന് എന്നോട് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട് ചിന്നു, ഞാനിത് കണ്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരണേ ചിന്നു എന്ന് പറഞ്ഞപ്പം ഒന്നും നോക്കില്ല, ഒരു ഒറ്റ നിമിഷം ഇങ്ങനെ മിണ്ടാന്നിട്ട് ഉറപ്പായിട്ട് ഞാൻ ചെയ്ത, എങ്ങനെയാണെങ്കിലും എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ നോക്കാം എന്നെ അടുത്ത് ഒരു വാക്ക് തന്നു. ആ വാക്ക് ഞാൻ വിശ്വസിച്ച് അതുപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്തു. ആ പെർഫ്യൂമിന് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് അല്ലേ? ഞാൻ പറഞ്ഞ ചിന്നു കൊണ്ട് തരാന്ന് പറഞ്ഞ പാവം അത്ര തിരക്കിന്റെ ഇടയിലും എന്റെ കയ്യിൽ കൊണ്ട് തരാന്ന് പറഞ്ഞ ഞാനാണ് പറഞ്ഞത്, ചിന്നു എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുപോലെ വയ്യായിരുന്നു, അതുപോലെ നാടകത്തിന്റെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നടക്കുക, അപ്പൊ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ആ ചിന്നുന്റെ അടുത്ത് പറഞ്ഞു. അതും എനിക്ക് എല്ലാരും കാണിക്കണമെന്ന് ഞാൻ തന്നെയാണ് ചിന്നുന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം ഓർമ്മിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സുധിച്ചേണ്ട ഒരു സാധനവും ഞാൻ കളഞ്ഞിട്ടില്ല. ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഷർട്ട് അല്ലാണ്ട് ഇപ്പൊ എല്ലാം പ്രിയപ്പെട്ടതാണ്, എന്നാ മറ്റൊരു പ്രിയപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് പറയുമ്പോ ഇപ്പോഴും സത്യം പറഞ്ഞ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. കാരണം 24 കണക്റ്റഡ് പ്രോഗ്രാമിനാണല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ ഹൃദയത്തിൽ കൊണ്ടുവച്ചേക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. 24 കണക്റ്റഡ് പ്രോഗ്രാമിന് പോയിട്ട് വന്നപ്പോൾ അവർക്ക് അവാർഡ് ഇത് കിട്ടുമല്ലോ, അവാർഡ് പോലെ ഇത് കിട്ടും, ഫലകം അവാർഡ് കിട്ടിയ അത് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പം സൂചന്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു. ആക്സിഡന്റിൽ സത്യം പറഞ്ഞാൽ അത് പൊട്ടിപ്പോയി കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞു. പക്ഷെ അതിനകത്ത് സൂചന്റെ ആ ബ്ലഡ് ഈ വിരലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് അവസാനമായിട്ട് അത് ഇപ്പോഴും അത് ഉണങ്ങാതെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് അതുപോലെ ഉണ്ട്. അത് ഒന്ന് മായ്ക്കാനും ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ആ പൊട്ടിയ ആ ഫലകവും അതുപോലെ ആ ബ്ലഡോട് കൂടി സൂക്ഷിച്ചാൽ അവസാനമായിട്ട് ശേഷിപ്പിച്ച ബ്ലഡോട് കൂടി ആ സാധനം ഞാൻ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് പറയേണ്ടത് എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. അത് ഇപ്പോഴും ഹൃദയത്തിലും ഉണ്ട്, നമ്മുടെ കയ്യിലും ഉണ്ട്. അതിപ്പോഴും അവസാനമായിട്ട് എൻ്റെ ഏട്ടൻ തന്നിട്ട് പോയതാ, അതിപ്പോഴും ഉണ്ട്. ആളുടെ കയ്യിലിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അതാ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊട്ടിപ്പോയി, ഈ സാധനം ഇങ്ങനെ പൊട്ടിപ്പോയി. ഇതാണ് ഏട്ടൻ്റെ ബ്ലഡ് പറ്റിയെന്ന് പറഞ്ഞത്. കാണാൻ പറ്റുമോന്നറിയില്ല. ഇത് ഏട്ടൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വിരലിൻ്റെ ആണെന്ന് തോന്നുന്നു ബ്ലഡ്. അതിപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യവും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. സുധിച്ചേട്ടൻ ശരിക്കും മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ പറയാ, ട്രോഫികളാണെങ്കിലും അല്ലെങ്കിൽ ആളുടെ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട് ആക്ച്വലി. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, കാരണം ആളെ കാണുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരാൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉണ്ട്. പിന്നെ
പറ്റി കുറെ കാര്യങ്ങൾ പറയാ അല്ലെ, സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയാൻ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. ശരിക്കും ഇത് ശരിക്കും ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എങ്ങനെ കിട്ടിയത്? ശരിക്കും എങ്ങനെ കിട്ടിയത്? ഇത് ഫ്ലവേഴ്സിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എനിക്ക് തന്നത്. അവരുടെ കയ്യിലായിരുന്നു സാധനം. അത് അവര് കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം സ്റ്റാർ മാജിക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പോയതിന്റെ എപ്പിസോഡിൽ. അപ്പൊ അന്ന് എന്നപ്പോ കൊണ്ട് കയ്യിലോട്ട് ഇങ്ങനെ ഒരു കാര്യം എന്റെ അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ കയ്യില് മറന്നുപോയതല്ല, ആരും അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങള് ആ പ്രോഗ്രാം ഞാൻ കണ്ടില്ല. കാരണം ചേട്ടൻ മരിച്ച പ്രോഗ്രാം നമ്മൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേന് സർപ്രൈസ് പോലെ, അല്ലെങ്കിൽ സർപ്രൈസ് നല്ലത് പറയണം, അവര് വിഷമത്തോടു കൂടിയാ കേട്ടോ കൊണ്ടുവന്നത്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നമുക്ക് ഇതായിപ്പോയി. എന്റെ കയ്യിലോട്ട് കൊണ്ട് തന്നു ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൂമിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഗസ്റ്റ് റൂമിൽ ഇരുന്നപ്പോൾ കൊണ്ട് തന്നതാണ് കയ്യിൽ കിട്ടിയത്. ശരിക്കും ഇപ്പം ലാസ്റ്റ് ഇപ്പൊ ചേച്ചി ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഷർട്ട് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന ഒരു സ്മെല്ല്, അതിപ്പോ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. ഒരു ഐഡിയ തോന്നിയത് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ആളുടെ വീഡിയോസ് കണ്ടിട്ട് അതെ കണ്ടിട്ട് അങ്ങനെ തോന്നിയ ഒരു ഐഡിയ ആണ്. പക്ഷെ ഇത് ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലക്ഷ്മി ചേച്ചി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേഴ്സണലി അങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വിറ്റ് ജീവിക്കുന്നത്? PM വന്നും സംസാരിക്കും. ഞാൻ അതിനുള്ള മറുപടി ഒക്കെ കൊടുക്കാറുണ്ട്. കുറെ കൊടുത്തു നമുക്ക് തന്നെ അങ്ങ് മടുക്കും. ശരിക്കും ഇത് കേൾക്കുമ്പോഴേ ഇത്രയും ഒരാളെ ഹെൽപ്പ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി ചേച്ചി എന്താ പറഞ്ഞിരുന്നേ? കാരണം ഇങ്ങനെയൊക്കെ കേട്ടപ്പോ ശരിക്കും അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ തന്നെ. ഇതിന് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞല്ലേ ചിന്നു വീഡിയോയിലും പറയുന്നത്. കാരണം അറിയാം നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയും നല്ലത് ചെയ്ത ചിന്നുവിനും നെഗറ്റീവും കേൾക്കും. നല്ല ആൾക്കാർ പോസിറ്റീവ് ഇടും. കുറച്ച് പേരുണ്ട് വെറുതെ പണിയില്ലാതിരിക്കും, അവര് നെഗറ്റീവ് ഇടത്തുള്ളത് നമുക്കറിയാം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് വിഷമിക്കണ്ട, എന്നോട് ഇങ്ങോട്ട് പറയാ വിഷമിക്കേണ്ടത്. അത് അത്ര വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ആ കുട്ടി. എന്നോട് പറയാണ് രേണുവെ വിഷമിക്കണ്ട, അത്രയും വലിയൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അത്രയും വലിയൊരു ആങ്കർ എന്നോട് പറയാണ് രേണു വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ നമ്മൾ അതൊന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ എന്ന്. ഞാനും പറഞ്ഞു ചിന്നു ഞാനപ്പൊ അങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ ചെന്നതാ, അപ്പൊ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുക. അതാണ് ആ കുട്ടി. കാരണം ഞാൻ വിഷമിക്കരുത് എന്നാണ് അത് പറയുന്നത്. രേണു ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ എന്ന് എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഇതെല്ലാം ഒരു മറ്റു വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ വീട് പണി അല്ലെ ഉടനെ ഉണ്ടാവും. എന്നായിരിക്കും ആ വീട്ടില് പുതിയൊരു വീട് എന്നൊരു സ്വപ്നം സഫലമാവണത്? പുതിയ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാം നല്ല വീട് നമ്മൾ ഒരിക്കലും ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണ് KHDC ഫിറോസിക്കയുടെ നേതൃത്വത്തിലുള്ള അവര് ഉണ്ടാക്കി തരുന്നത്. ഭയങ്കര എന്തുവാ വീടിനെ പറ്റി പറയാൻ എനിക്ക് 100 നാക്കാം. അതിനകത്ത് സത്യം പറഞ്ഞാൽ empty ആയിട്ടുള്ള സൂചിച്ചേണ്ട ആ പ്രസൻസ് മാത്രമേ ഉള്ളൂ. സൂചിച്ചേണ്ട പ്രസൻസ് പക്ഷെ സൂചിച്ചേണ്ടുണ്ട് അവിടെ. സൂചിച്ചേണ്ട ആള് എന്നുള്ള ആ രൂപം മാത്രമേ ഇല്ല, പക്ഷെ ആള് ആ ഫുള്ള് ആ വീട്ടിൽ ഫുള്ളും അത്രേ വലിയൊരു വീട്ടിൽ ഫുള്ള് സുധിച്ചേട്ടനാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴേ സൂചിച്ചേട്ടൻ അവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ വീടിനെ പറ്റി ഒരുപാട് സന്തോഷം. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോഴായിരിക്കണം സൂചിച്ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വീടില്ല, വീടെന്നൊരു സ്വപ്നം. ഇപ്പൊ നമ്മള് മരണം അറിഞ്ഞപ്പോഴും അത് അപ്പോഴും ഒരുപാട് ന്യൂസിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ്, വീടെന്നൊരു സ്വപ്നം ബാക്കി വെച്ചിട്ടാണ് പോയതെന്ന്. അപ്പൊ ഇങ്ങനൊരു വീടും അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ഒക്കെ ആൾക്ക് എനിക്ക് തോന്നുന്നു അല്ലേ അത്രയും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു കാര്യമാണ് ശരിക്കും. പക്ഷെ ഇതിനൊക്കെ വീണ്ടും എന്താണ് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അതെ, നെഗറ്റീവ് എല്ലാ ഇതിലിപ്പം എന്നെ തന്നെ നെഗറ്റീവ് പറയുന്നവരില്ലേ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ നെഗറ്റീവ് പറയുന്നവരടുത്ത് അവര് പറഞ്ഞോണ്ടേ ഇരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, അതൊന്നും അല്ല സത്യമൊന്നും അവരത് മനസ്സിലാക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് അവരുടെ കയ്യിൽ ചെന്ന് പിടിച്ച് നമ്മൾ പോസിറ്റീവ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. അവരുടെ മനസ്സിൽ തോന്നുന്നു അവര് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. പിന്നെ കഴിവതും ഇങ്ങനൊന്നും പറയാതിരിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം സ്റ്റാർ മാജിക്കിൽ ഒരു മറ്റൊരു വിശേഷമാണ് നമ്മുടെ ഐശ്വര്യയുടെ ഒക്കെ വിവാഹം അല്ലെ, ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞത്. അപ്പൊ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും എന്നെ സത്യം പറഞ്ഞ ഐഷു കല്യാണത്തിന് ഒരു 2-3 ആഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐഷുവിൻ്റെ എന്റെ നമ്പർ ഇല്ലായിരുന്നു. മൂത്ത മോനെ വിളിച്ചിട്ട് അവനെ കല്യാണം പറഞ്ഞിട്ട് ആ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഐഷു പറഞ്ഞു
രേണു എന്നെ ഞങ്ങൾ എടി പൊടി എന്നാ വിളിക്കുന്നത്, അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ. എടി രേണു ഉറപ്പായിട്ട് എൻ്റെ കല്യാണത്തിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിടാ എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും, ഉണ്ടാകും, ഒന്നും വേണ്ട, രണ്ടുപേരും പിള്ളേരുമായിട്ട് വന്നോണം. സൂചേട്ടൻ എനിക്ക് വാക്ക് തന്നാ എന്തെങ്കിലും കല്യാണം ആകുമ്പോൾ ഞാൻ വരും, ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുമെന്ന്. അപ്പം സൂചേട്ടൻ്റെ ആ അസാന്നിധ്യത്തിൽ നീയും മക്കളും വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ 1 വർഷമല്ലേ ആയുള്ളൂ സൂചേട്ടൻ മരിച്ചിട്ട്. അപ്പം വിവാഹം എന്നൊരു ചടങ്ങിലേക്ക് ഞാനിപ്പോൾ ഒരു വിഡോയാണ്, ഓൾറെഡി ഞാനൊരു വിധവയാണ്, അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു ഇതിൽ നല്ലൊരു കല്യാണം, ഒരു നല്ലൊരു ചടങ്ങല്ലേ, അപ്പം അതിലേക്ക് പോകണ്ടെന്ന് ഞാൻ തന്നെ ഓർത്തിട്ടാണ് ഞാൻ പോകാൻ. പക്ഷെ അവരുടെ എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിക്ക് വേണ്ടി നമ്മളെപ്പോഴും അന്നും പ്രാർത്ഥിച്ചായിരുന്നു, നല്ല ആശംസകളൊക്കെ നേർന്നായിരുന്നു, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഫ്ലവേഴ്സ് എന്നൊക്കെ എങ്ങനെയാണ്, സ്റ്റാർ മാജിക്കിലേക്കൊക്കെ വിളിക്കാറുണ്ടോ അതോ? അങ്ങനെയല്ല, അത് ഫാമിലി ആയിട്ട് വിളിക്കാറുണ്ടടാ. നമ്മൾ ഒറ്റയ്ക്കല്ല, ഫാമിലി ആയിട്ട് എന്നാളും വിളിച്ചായിരുന്നില്ല. ഇനിയിപ്പോ വീടിന്റെ ഫംഗ്ഷൻ ഒക്കെ ആകുമ്പോൾ മേ ബി ഒരു ഷോ നടത്തുമായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. എന്തായാലും അവരല്ലേ ഫ്ലവേഴ്സ് കുടുംബം അല്ലേ, നമ്മള് എന്താ പറയാ, ഫ്ലവേഴ്സ് കുടുംബം 24ഉം എല്ലാം ഒരു ഫാമിലി അല്ലേ. സ്റ്റാർ മാജിക് ഒക്കെ ഞങ്ങളെ അവരുടെ ഫാമിലിയെ പോലല്ലേ കാണുന്നത്. അപ്പം എല്ലാവരും ഇനിയും വിളിക്കുമായിരിക്കും നമ്മളെ ഫാമിലി ആയിട്ട് എന്നാണ്. ഇങ്ങനൊരു പ്രശ്നം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇത് പറഞ്ഞൊരു കാര്യമാണ്, ഫേമസ് ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇത്രയും ബോധ്യം ഇല്ലേന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഓൾറെഡി അറിയുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുക? അതെ, അപ്പൊ അങ്ങനെ പറഞ്ഞ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കാരണം ഒരിക്കലും ആ ഇമോഷണൽ വിട്ടിട്ട് കാശാക്കേണ്ട കാര്യമില്ല ചിന്നുവിന്. കാരണം അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ആങ്കറാണ് കേരളത്തിലെ, അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പം ആ കുട്ടിക്ക് അങ്ങനെ ഇമോഷണൽ വിട്ടിട്ട് ഒരിക്കലും കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഈ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ പറയുള്ളൂ, ഇവരൊക്കെ ഇരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ചില നല്ല മനുഷ്യർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അവരോട് എന്നാ പറയാനാ? സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങൾ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കാനേ നമുക്ക്, കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർ ചെയ്യാതിരിക്കത്തില്ല, അവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. അതുകൊണ്ട് ഒന്നും പറയാനില്ല. കാരണം കുറച്ചു പേരെങ്കിലും നമ്മളെ 75% എങ്കിലും നമ്മളെ അല്ലെങ്കിൽ ചിന്നുവിനെ മനസ്സിലാക്കുന്നവരുണ്ടല്ലോ, അത് മതി. ഓൾറെഡി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി പരിചയമില്ലെങ്കിൽ പോലും ചേച്ചിയുടെ നോക്കുന്ന ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടൊരു പേരാണ് ലക്ഷ്മി, അല്ലെങ്കിൽ ചിന്നു എന്നുള്ള പേര്. ചിന്നു അത് ചെയ്തു, ചിന്നു വിളിക്കാറുണ്ട്, ചിന്നു സഹായിക്കാറുണ്ടെന്നൊക്കെ. ശരിക്കും ഈ മരണത്തിന് ശേഷം എനിക്ക് തോന്നി ഇതേവരെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ഒരുപാട് പേരുള്ള ഒരാളല്ലേ ശരിക്കും ചിന്നു എന്ന് പറയുന്നത്, അല്ലേ ചേച്ചി, ലക്ഷ്മി ചേച്ചി? പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കൂടെ എന്താ പറയാ, എത്ര തിരക്കാളിലും ഞാൻ എന്ന് വിഷമിച്ചൊരു വോയിസ് ഇട്ട് അന്നേരം അതിന് റിപ്ലൈ തരും, വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കേട്ടോ. അങ്ങനെ ചിലപ്പോ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിരിക്കും. ആ മെസ്സേജ് നമുക്ക് വരുത്തുന്ന ഒരു മനസ്സിന് വരുത്തുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം അത്രയും വലിയൊരു ആള്, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നും കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചിന്നുവിനെ കാണുന്ന സ്വന്തം സഹോദരിയെ പോലാണ്, അല്ല വലിയൊരു സെലിബ്രിറ്റി ആയിട്ടില്ല. അത് ഇന്നും അങ്ങനെയാണ്. സുധിച്ചേട്ടനുള്ളപ്പോഴും സെയിം ആണ് ഞങ്ങള്, ആ ഒരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. സുധിച്ചേട്ടനുമായിട്ട് സ്റ്റാർ മാജിക്കിൽ ഒരു പ്രാവശ്യം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയില്ല, ഞാൻ കാറിൻ്റെ അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് നിന്നപ്പം ലക്ഷ്മി അമ്മയും കൂടെ ചിന്നു അമ്മയും കൂടെ അവര് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഗ്രൂമിങ്ങിലായിരുന്നു. അപ്പൊ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് അങ്ങ് വഴി, ഞങ്ങള് സ്റ്റാർ മാജിക്കിന്റെ ആ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ടില്ല, വഴിയിൽ നിർത്തിയിട്ടേക്ക് പോയി. ഞങ്ങളെ കാണാൻ, എന്നെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി അവിടുന്ന് നടന്ന് വന്ന് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടാണ് കുട്ടി പോയത്. അന്നും അതുപോലെയാണ് ആ ഒരു ബന്ധം ഇന്നും. സുധിച്ചേട്ടൻ പോയെങ്കിൽ നമ്മുടെ ഒരു കൈ പോയ പോലെ സുധിച്ചേട്ടൻ, അപ്പൊ അവിടെ ഒരു താങ്ങായിട്ടാണ് ആ കുട്ടി നിൽക്കുന്നത് നമ്മുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ചെയ്യുന്നത് പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? മനുഷ്യരുടെ മനസ്സാണ്, അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാനില്ല അതിനകത്ത്. ഓരോ മനുഷ്യരുടെ ഓരോ കാഴ്ചപ്പാടും മനസ്സും, അവരുടെ മനസ്സ് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. അതായിരിക്കും അവരത് പേനയിലൂടെ അല്ലെങ്കിൽ അവരുടെ ടൈപ്പിങ്ങിലൂടെ കമന്റിലൂടെ അവർ കാണിക്കുന്നത്.
ഈ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ച് തിരക്കാറൊക്കെ ഉണ്ടായിരുന്നു? കാരണം ഒരു പെർഫ്യൂമിന്റെ ആണെങ്കിൽ പോലും അല്ലെ, എനിക്ക് തോന്നുന്നു മുന്നേ വന്നപ്പോൾ ഒരുപാട് രീതിയിലുള്ള കമന്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഏറ്റവും എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത് ശരിക്കും പറഞ്ഞാല്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉയർന്നു വന്നപ്പോഴത്തേക്കും മറ്റുള്ള ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് പറയും, അയ്യോ കഷ്ടമുണ്ട് ആ കുട്ടി ഇങ്ങനെ ചിന്നും ലക്ഷ്മി നക്ഷത്രം ഇത്രയും നിങ്ങൾക്ക് ഇത്രയും ചെയ്യുമ്പോഴും ഈ ആൾക്കാരല്ലേ ഇങ്ങനെ പറയുന്നല്ലോ, എന്തറിയണോ ഇത്. അപ്പോഴും ഞാൻ അവൻ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്നേ ഞാനും പറയത്തുള്ളൂ. അപ്പോഴേ ഞാൻ ചിന്നുവിനോട് പറയും, ചിന്നു വിഷമിക്കൊന്നുമില്ല. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറയും, രേണു വിഷമിക്കണ്ട കേട്ടോ, അത് വിട്ടേക്കാൻ പറയും. അങ്ങനെ ചിന്നു പറയണത് എൻ്റെ അടുത്ത്. നമ്മള് വിഷമിക്കുന്ന കാണാൻ പറ്റത്തില്ല, പുള്ളിക്കാരിക്ക് സങ്കടമാണ്. അന്നേരം എന്നോട് ഒരു വേണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ട് എന്ന് പറയും. ഈ പെർഫ്യൂമിന്റെ കാര്യം മകനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരോട്. ഇളയ ആൾക്ക് അവൻ കുഞ്ഞാ ശരിക്കും, ഇവിടെ നിന്നപ്പോഴേ കണ്ടില്ലേ ഓടി കളിക്കുന്ന ഒരു പ്രായമാണ്, അവനക്ക് എന്ത് പറയാനും മനസ്സിലാവില്ല അവന് ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി നമുക്കിപ്പോ അവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിച്ചുവിന് കുറച്ച് മുതിർന്ന കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അച്ഛന്റെ മണം ഒരു പെർഫ്യൂം ആക്കി തരാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിച്ചുവിനും അറിയായിരുന്നു. ഡിസംബറിൽ ചിന്നുവിടെ നമ്മളെ കാണാൻ വന്നപ്പം പിള്ളേർക്ക് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്ന ആ സമയത്ത് ചിന്നുവിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ കിച്ചു അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവനെ അറിയാവുന്ന കാര്യമാണത്. പിന്നെ അധികം അങ്ങനെ അവൻ സംസാരിക്കത്തൊന്നുമില്ല, ഒരു കാര്യത്തിലും അവൻ ഇടപെടത്തുമില്ല, സംസാരിക്കത്തുമില്ലാത്തൊരു വ്യക്തിയാണ്. ഈ നെഗറ്റീവ് ഒക്കെ വന്നപ്പോ എന്താ തോന്നിയത്? അവൻ എന്താ പറഞ്ഞത് ശരിക്കും? അവൻ സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവും കേൾക്കത്തില്ല, ഒന്നും അവൻ മൈൻഡ് ചെയ്യത്തില്ല. അവനോട് അമ്മ അതൊക്കെ വിട്ടേക്ക്, ചിന്നു ചേച്ചി നമുക്ക് എന്താ ചെയ്യുന്നത് നമുക്കറിയാം, അമ്മ അത് വിട്ടേക്ക്, ചിന്നു ചേച്ചിയോടും പറ അത് വിട്ടേക്ക്, നെഗറ്റീവ് വിട്ടേക്കാനേ അവൻ അത്രേ പറയത്തുള്ളൂ. അറിഞ്ഞാലും അല്ലെങ്കിൽ പറയത്തേ ഉള്ളൂ അവൻ, അല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ടൊന്നും അവൻ അങ്ങനെ സംസാരിക്കാറില്ല ഒരു കാര്യവും. അപ്പൊ ശരിക്കും ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞൊരു വീടാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഒരുപാട് ഓർമ്മകളുണ്ട് ചേച്ചിക്ക്, ഇനിയും പറയാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എല്ലാവരും എന്താണ് സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്തിനാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത് അല്ലെ, ഒതുങ്ങിക്കൂടി ജീവിച്ചാലും അതിനെ കുറ്റം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനിയുള്ള ലൈഫ് എങ്ങനെയായിരിക്കും ശരിക്കും? ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും വേണം. പിന്നെ ആരെങ്കിലും കോണ്ടാക്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ജോലിക്ക്? ജോലി എന്നാ മരിച്ച സമയത്ത് പാർട്ടി ഇടപെട്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ വെറുതെ ജോലി എടുത്ത് സർക്കാർ തരാൻ പറ്റത്തില്ല, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എംപ്ലോയ്മെന്റ് വഴിയാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഓൾറെഡി ഞാൻ വർഷങ്ങൾക്ക് മുന്നേ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തതാണ്, എൻ്റെ 10th plus 2 ഒക്കെ. അപ്പൊ അതിന്റെ ഓരോ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു ആണ്. അങ്ങനെ ഓക്കെ. അപ്പം ഇനി ഒരു ജോലി കിട്ടട്ടെ, കൂടെ നല്ലൊരു വീട് പണി നടക്കുന്ന അല്ലേ ചേച്ചി വരണം. ഓക്കെ. പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അല്ലേ ഓണത്തിന് മുന്നേ പ്രവേശനം ഉണ്ടാവും എന്ന്. അപ്പം നന്നായിട്ട് പോട്ടെ, നല്ലൊരു വീടെന്ന് പറയാം അല്ലെ. സുധിച്ചേട്ടന്റെ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും അല്ലേ, എപ്പോഴും ഹാപ്പിയാണ്. അവരൊരു പ്രശ്നമില്ല, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തലയിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ ഈ ഒരു വീഡിയോസിന്റെ അടിയിലും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. എന്തിനാ ഞാൻ തിരക്കുന്നതിൽ, എന്തിനാ പറയുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് ഓർമ്മകൾ ഉണ്ട് അല്ലെ ഈ വീട്ടിൽ. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു ചേച്ചി. താങ്ക് യു.